അരുവിക്കരയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി. അരുവിക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാധ്യമങ്ങൾ ഉയർത്തി കാണിച്ചത് വി.എസ്. ശിവകുമാറിനെയാണ്. പക്ഷേ വി.എസ്. ശിവകുമാറിന് സ്ഥാനാർത്ഥിത്വം ഇല്ല എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. വി.എസ്. ശിവകുമാറിന് പകരം കഴിഞ്ഞ തവണ മത്സരിച്ച കെ.എസ്. ശബരിനാഥൻ മത്സരിക്കും. ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു പ്രത്യേക തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അരുവിക്കരയിൽ നടക്കുന്നുണ്ട്. കെ.എസ്. ശബരിനാഥൻ കവടിയാറിൽ മേയറാണ്. കെ.എസ്. ശബരിനാഥൻ അരുവിക്കരയിൽ മത്സരിച്ചാൽ BJP കെ.എസ്. ശബരിനാഥന് വേണ്ടി ക്രോസ് വോട്ട് ചെയ്യും. അപ്പോൾ കവടിയാറിലെ മേയർ കൗൺസിലർ സ്ഥാനം ഒഴിവ് വരും. അവിടെ BJP നിന്നാൽ വിജയിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ കെ.എസ്. ശബരിനാഥൻ BJPയുടെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുമായി ഒരേ സമയം മാറുന്നു എന്നുള്ളതാണ് ഇതിനിടയിലുള്ള ടെക്നിക്ക്, അല്ലെങ്കിൽ ഇതിനിടയിലുള്ള രാഷ്ട്രീയ ചൂതുകളി. ഇപ്പോൾ എല്ലാം ഡീലാണ്, പരസ്പരം ഡീലിംഗ്. പരസ്പരം ഡീല് നടത്തുന്നു ഈ മൂന്ന് പാർട്ടികളും. കെ.എസ്. ശബരിനാഥൻ കവടിയാറിൽ നിന്ന് വിജയിച്ചത് തുച്ഛമായ വോട്ടുകൾക്കാണ്. 72 എത്രയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടും ശബരിനാഥന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അരുവിക്കരയിൽ. അത് ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം, അരുവിക്കരയിലല്ല കവടിയാറിൽ, അത് ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ശബരിനാഥന് നിയമസഭയിൽ മത്സരിക്കാനുള്ള സാധ്യത ഒരുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പിടിച്ച് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കിയത് UDF. തിരുവനന്തപുരത്ത് അല്പം നില മെച്ചപ്പെടുത്തി എന്നല്ലാതെ ശബരിനാഥന് തിളക്കമാർന്ന വിജയം കവടിയാർ വാർഡിൽ നിന്ന് ലഭിച്ചില്ല. അത് UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി. തിരുവനന്തപുരം സെൻട്രലിൽ ശബരിനാഥൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ തിരുവനന്തപുരം സെൻട്രലിൽ ശരചന്ദ്ര പ്രസാദും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനൊക്കെ ഉപരിയായി തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ മത്സരിക്കും എന്നുള്ള സൂചന ശക്തമായി കഴിഞ്ഞു. CMPയുടെ അനിഷേധ്യ നേതാവാണ് ഇപ്പോൾ CP ജോൺ. CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ചാൽ അത് ശക്തമായ ഒരു മത്സരമായി മാറുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് ശബരിനാഥൻ വീണ്ടും അരുവിക്കര മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. വി.എസ്. ശിവകുമാർ മാധ്യമങ്ങളെ സ്വാധീനിച്ച് തൻ്റെ പേര് അച്ചടിച്ച് വരുത്തുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ തൻ്റെ പേര് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പൊള്ളത്തരമാണെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം. വി.എസ്. ശിവകുമാറിന് അരുവിക്കരയിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതിനു പകരം കെ.എസ്. ശബരിനാഥൻ മത്സരിക്കും. കെ.എസ്. ശബരിനാഥൻ അരുവിക്കരയിൽ മത്സരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ അരുവിക്കരയിൽ MM ഹസൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സുനിൽ കരകുലു MM ഹസൻ്റെ പേര് വെട്ടിമാറ്റുകയായിരുന്നു. MM ഹസനെ വെട്ടിമാറ്റി പുതിയ ഒരു സ്ഥാനാർത്ഥിയെ, അല്ലെങ്കിൽ യുവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണം എന്നായിരുന്നു സുനിൽ കനകുലുവിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ശബരിനാഥനിലേക്ക് പേര് എത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല് എന്ന നിലയിലാണ്. കവടിയാർ വാർഡ് ശബരിനാഥൻ MLA ആയാൽ കവടിയാർ വാർഡ് BJPക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം BJPക്ക് ശക്തമായ സ്വാധീനമുള്ള വാർഡാണ് കവടിയാർ വാർഡ്. കഴിഞ്ഞ തവണ BJPക്ക് റബൽ സ്ഥാനാർത്ഥി ഉണ്ടായതുകൊണ്ടാണ് ശബരിനാഥൻ കഷ്ടിച്ച് കടന്നുകൂടിയത് എന്നതുകൂടി ശ്രദ്ധേയം കവടിയാർ വാർഡിൽ. അല്ലെങ്കിൽ ശബരിനാഥൻ അവിടെ നിന്ന് തോക്കുമായിരുന്നു. ശബരിനാഥന് വേണ്ടി അരുവിക്കരയിൽ BJP ക്രോസ് ഔട്ട് ചെയ്യും. പകരം കവടിയാർ വാർഡ് BJPക്ക് ശബരിനാഥൻ നൽകും. ഇതാണ് ഡീൽ. ഈ കള്ളക്കളിയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്. BJPക്ക് അരുവിക്കരയിൽ വലിയ സ്വാധീനമൊന്നുമില്ല. അവിടെ CPMും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. തങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകൾ ശബരിനാഥന് മറിച്ചു കൊടുത്ത് ശബരിനാഥനെ വിജയിപ്പിച്ച്
കവടിയാർ വാർഡ് സ്വന്തമാക്കി BJPക്ക് ഭൂരിപക്ഷം കൂട്ടാം എന്നുള്ളതാണ് അവരുടെ തന്ത്രം. ഈ തന്ത്രമൊക്കെ പൊളിറ്റിക്സ് കേരള പച്ചയ്ക്ക് പുറത്തുവിടും. പറയാനുള്ളത് ഞങ്ങൾ പറയും, അത് ഉറിയിലായാലും ഉമിക്കരിയിലായാലും.